ഉണ്ടായിരുന്നല്ലോ രാഹുൽ ഗാന്ധി വന്നിട്ട്. അടിപൊളിയാണ് സാറേ. എനിക്ക് വരാൻ പറ്റിയില്ല. ഏതായാലും സാറില്ലാത്ത നഷ്ടായി. അല്ല, നഷ്ടം തന്നാൽ എനിക്ക് അത്ര നേരം കാത്തിക്കാൻ പറ്റില്ല. 10 മണി എന്നാണ് 12 മണിക്കല്ല എത്തിയത്. എന്തായാലും ആശുപത്രി നല്ല ആവേശത്തിലാണ്. രാഹുൽ ഗാന്ധിനെ കണ്ട സന്തോഷത്തിലാണ് എല്ലാവരും. ഇന്ന് ആശുപത്രിയിലെത്തിയപ്പം വർക്ക് ചെയ്യുന്ന വയനാട് മണ്ഡലത്തിലാണല്ലോ. അപ്പം എത്തിയപ്പം എല്ലായിടത്തും ചർച്ച രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ ഗ്ലാമറിനെ കുറിച്ച് പറയുന്നു, രാഹുൽ ഗാന്ധിയുടെ സ്വഭാവത്തെക്കുറിച്ച് പറ്റുന്നു, പെരുമാറ്റത്തെക്കുറിച്ച് പറയുന്നു, രാഹുൽ ഗാന്ധിയുടെ ഒരു ആവേശത്തെക്കുറിച്ച് പറയുന്നു, ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു ആവേശത്തെക്കുറിച്ച് പറയുന്നു. തീർച്ചയായിട്ടും അത് കേട്ടപ്പം പലരും ചോദിക്കുന്നു, എന്താ ഡോക്ടർ വരാഞ്ഞത്. പലപ്പോഴും ഒരു ബ്ലോഗ് ചെയ്യാനായിട്ട് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള കാര്യമല്ല. പിന്നെ രാഷ്ട്രീയക്കാർ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ കൃത്യസമയം പാലിക്കാറുമില്ല. അപ്പോൾ എനിക്ക് ഹോളിഡേ ആയിരുന്നെങ്കിലും ഞാൻ ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാതെ കോഴിക്കോട്ടേക്ക് പോയതായിരുന്നു, മനസ്സിലായില്ലേ. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെ പലപ്പോഴായിട്ട് രാഹുൽ ഗാന്ധിയുടെ ആ വീഡിയോ ക്ലിപ്പുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയാം, ഫോട്ടോയിലൊന്നും കാണുമ്പോഴല്ല, അതിനപ്പുറമാണ്, ഹൈ എനർജിയാണ്, എന്താ രസം, എന്തൊരു ആക്റ്റീവാണ്, എന്താണ് ഇങ്ങനെ വേണം നേതാവാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും ജനഹൃദയങ്ങളിലേക്ക് അതിശക്തമായിട്ടുള്ളൊരു സ്ഥാനം പിടിച്ചൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു രൂപമാണ് എനിക്ക് തെളിഞ്ഞു വന്നത്. ആർഭാടമില്ല, ജാടയില്ല, അഹങ്കാരമില്ല, ഹൃദയത്തിലേക്ക് ഒരു സ്ഥാനം പിടിക്കുക. ഒരു മനസ്സിലായില്ലേ, മനുഷ്യന്മാരിലേക്ക് സ്നേഹത്തിൻ്റെ കട തുറക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയത്തിന് വേണ്ട ഒരു പുതിയ പ്രതിരൂപമാണ് അത്. ഒരുപക്ഷെ നമ്മുടെ ഈ പുതിയ ഒരു രാഷ്ട്രീയം തന്നെ അതിൽ കേന്ദ്രീകരിച്ചാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾ നമുക്കറിയാം, നല്ല ഭരണമാണോ അല്ലേ എന്നുള്ളതല്ല, അവിടെ ഒരു ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഏതോ ഒരു പക്ഷത്തെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ആ ശത്രുവിനെ ഫോക്കസ് ചെയ്തിട്ട് ആ ശത്രു അധിഷ്ഠിതമായിട്ടുള്ളൊരു ഭരണം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. ബാക്കി കാര്യങ്ങളല്ല, ആ ഒരു ഭീതി ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ആ ഭീതി കേന്ദ്രീകരിച്ചു കൊണ്ട് ശത്രു ഫോക്കസ്ഡായിട്ട് ഭരിച്ചു കഴിഞ്ഞാൽ മനുഷ്യഹൃദയങ്ങളിൽ ഈ സന്തോഷം ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം പുതിയ ഭരണം വന്നതോടുകൂടി അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. സ്നേഹത്തിന് തന്നെയാണ് രൂപം എന്നുള്ളതും, ധാർമ്മികത, മതം എന്നൊക്കെ പറയുന്നത് ഒരു ഭീകരമായി കാണിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളെ വിദ്വേഷത്തിന് കാണിക്കാനോ വേണ്ടിയുള്ളതല്ല എന്നുള്ളൊരു വലിയ പാഠം ഈ നാട് പഠിച്ചു എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിന് പിന്നിൽ പ്രവർത്തിച്ചൊരു വലിയൊരു നേതാവ്, അത് രാഷ്ട്രീയം നോക്കണ്ട, അവരുടെ ജാതി നോക്കണ്ട, മതം നോക്കണ്ട, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അതിൽ ഏറ്റവും വലിയൊരു നിർണായക പങ്ക് വഹിച്ചു എന്നുള്ളത് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ഓരോ ക്ലിപ്പുകൾ അവിടെ വന്നവർ, നമ്മളിവിടെ ഉണ്ടായിരുന്ന പല ഒരു ഡോക്ടർ തൊട്ട് സിസ്റ്റർമാർ എല്ലാവരും പറയുകയാണ്, എന്താ അടിപൊളി, എന്ത് രസമായിരുന്നു അവർ വന്നത് എന്നുള്ളത് പ്രത്യേകം പറയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ബൈ.